മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. മച്ചാട് മാമാങ്കത്തിന്റെ മതമൈത്രിയുടെ സന്ദേശം ഊട്ടിയുറപ്പിക്കുകയാണ് ഹസനാർ. കഴിഞ്ഞ 39 വർഷമായി മാമാങ്ക ദിവസം തിരുവാണിക്കാവിലമ്മയുടെ മുന്നിൽ കുംഭക്കുടവുമായി നൃത്തം ചെയ്യുകയാണ് ഹസനാർ. മച്ചാട് മാമാങ്കത്തിന്റെ പങ്കാളികളായ മലാക്ക ദേശത്തിന്റെ കുംഭക്കുട വരവിലാണ് കഴിഞ്ഞ 39 വർഷമായി ഹസനാരുടെ നിറസാന്നിധ്യമുള്ളത്. താൻ ഭഗവതിയുടെ തികഞ്ഞ ഭക്തനാകാൻ കാരണം ഭഗവതി തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചതായി ഹസനാർ പറയുന്നു. 39 വർഷമായി മലാക്ക ദേശത്തിനോടൊപ്പം അമ്മൻകുടത്തിലെ സുപരിചിതനായൊരു വ്യക്തിത്വമാണ് ഹസനാർ. നമുക്ക് തന്നെ അറിയാം, പല പ്രാവശ്യം അദ്ദേഹവുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു 39ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ സന്തോഷമാണല്ലേ? ഓക്കെ, പറയാനില്ല, ഒത്തിരി സന്തോഷമാണ്. ഈ 39 വർഷമായിട്ട് അമ്മയുടെ തിരുനടയിൽ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി എത്തുക എന്ന് പറയുന്നതിന് വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് അവിടെ നിന്നുള്ള എല്ലാ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1ാമത്തെ വർഷത്തിൽ ആരംഭിച്ചു. ഈ 39ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഓരോ വർഷവും കിട്ടുന്ന പിന്തുണ, അതിനേക്കാൾ ഉപരി ഒരു അനുഗ്രഹം, അത് തന്നെയല്ലേ മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായും. അതായത് ഓരോ വർഷം കഴിയും തോറും നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഒരുപാട്, അതായത് നമുക്കിവിടെ എത്താനുള്ള ആരോഗ്യം, അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും അസുഖങ്ങളില്ലാത്തൊരു അവസ്ഥ ഇവിടെ എത്തുന്നതിന് അത് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അന്നും ഇന്നും ഞാൻ ഒരേ ഊർജ്ജസ്വലതയോടുകൂടി. ഞാൻ ഈ ഒരു നിമിഷം തിരക്കാന്നറിയാം, എങ്കിൽ കൂടി ചോദിക്കണേ, ആദ്യമായിട്ട് ഈ ഇതിനകത്തേക്ക് വന്നതെന്ന് ഓർത്തെടുക്കാമോ? ആദ്യമായിട്ട് ഞാൻ വന്നത് എൻ്റെ 11ാം വയസ്സിലാണ്. ഞാൻ ഇതിലേക്ക് വരാൻ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല.
ഞാൻ അന്ന് ചെറിയ രീതിയിൽ കരകാട്ടം പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ വർഷം വന്ന് ഞാനും എൻ്റെ ഗുരു കോട്ടപ്പടി മോഹൻ മാഷാണ് ഇവർക്ക് വന്ന് ആ സ്റ്റെപ്പുകൾ പഠിപ്പിക്കുക എന്നുള്ളൊരു നേതൃത്വം കൊടുത്ത് എന്നെ ഏൽപ്പിച്ചു വന്നു. ആ വർഷം ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അപ്പോൾ ആശാൻകുട്ടി എന്നാണ് എന്നെ വിളിക്കുക, ആശാൻകുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പോലെ ആ നൊയമ്പ് കാര്യങ്ങൾ മാലയിടുക അതെല്ലാം ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് വർഷം തന്നെ അങ്ങനെ മാല ഇട്ടു. ആ മാലയിട്ട അന്ന് തന്നെയാണ് എന്നെ ഒരു കിഡ്നാപ്പിംഗ് ഉണ്ടായത്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മരണതുല്യമായി അവരെ മുന്നിൽ എന്നെ ലാസ്റ്റ് കീറി മുറിക്കുന്നൊരവസ്ഥ വന്നു. ആ വന്ന സമയത്ത് ഞാൻ ഇരുന്നു കൊണ്ട് തൊഴുത്. അപ്പം എൻ്റെ കഴുത്തിൽ ഈ രുദ്രാക്ഷമാല തടയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദേവിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു വഴിപാടുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഉരുകി വിളിച്ചു, ദേവി എന്നെ നീ ഇവിടെ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വേറൊന്നും നോക്കുന്നില്ല, എനിക്ക് പറ്റാവുന്നിടത്തോളം വർഷം ഞാൻ നിന്റെ തിരുനടയിൽ ഞാൻ എത്തിക്കോളാം എന്നുള്ളത്. അങ്ങനെ അത് അന്ന് കൊടുത്ത ഉറപ്പാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഉരുകി വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ദേവിയുടെ ഒരു അരൂപി എന്ന് തന്നെ പറയാം എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഇതിപ്പോൾ 39ലേക്ക് കിടക്കുന്നു. തള്ളിവിട്ട് എന്നെ രക്ഷപ്പെടുത്തിയതായിട്ട് അത് എന്നെ ഇവിടം വരെ എത്തിച്ചു. ഇന്ന് ഞാൻ അന്ന് 8ൽ പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ പഠനം, അതിലുപരി ജോലി, അതിലൂടെ ഉപരി എൻ്റെ നല്ലൊരു കുടുംബം, എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് തരിക. ഈ കുടുംബത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. എനിക്ക് 3 മക്കളാണ്, 3 ആൺകുട്ടികളാണ്. മൂത്ത മോൻ തൻസിക, അവൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോൻ +1 പഠിക്കുന്നു. മൂന്നാമത്തെ മോൻ 8ൽ നിർമ്മല ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അവരുടെയൊക്കെ പിന്തുണ എത്രത്തോളം ഉണ്ട്? 100% എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം തന്നെയാണ്. അതുവരെ പിന്തുണ തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിക്കുന്നത്. അതിലുപരി ഈ മലാക്ക എന്ന് പറയുന്ന ഈ എൻ്റെ ആ അമ്പല നിവാസികളാണ്, അവരിലേക്ക് പോകാം. അവരാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അവരുടെ ആ സപ്പോർട്ട്, ആ സ്നേഹം, ആ എളിമ, അതിൽ ദേവി അവരിൽ കൂടി എന്നിലേക്ക് എത്തിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഞാൻ ഒരു ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വടക്കാൻ അതിനിടയിലാണ് നമ്മളിതല്ലേ. അതിനിടയിൽ പറഞ്ഞാൽ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ നിന്നാണ്. അപ്പോൾ എനിക്കൊരു കൂടുതലായിട്ട് തോന്നുന്നില്ല, എനിക്കിത് ചെയ്യണം. ആ സമയം എല്ലാ വർഷവും ആ സമയമാകുമ്പോഴത്തേക്കും മലാക്ക ടീമിൻ്റെ കൂടെ ഉണ്ടല്ലേ. ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് വേണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് അറിയാൻ പറ്റും ഹസനാർക്കർ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി അല്ലേ ലൈഫിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ആണ്, എനിക്ക് 8 വയസ്സുകളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. അത്ര ചെറുപ്പത്തിൽ തന്നെ ആശാൻ അവിടെ ഉണ്ട്. ആശാൻ എന്നാണ് വിളിക്കുക. അതെ. നിങ്ങളുടെ ആ നാട്ടുകാരുടെ മുഴുവൻ ആശാനാണ്. ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, പ്രായത്തിനൊന്നുമില്ല, എല്ലാവരും ആശാനാണ് വിളിക്കുക. ആശാൻ എന്തായാലും ആടി തിമിർക്കട്ടെ. 39 കഴിഞ്ഞ് 40, 50 ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുവാണ് കേട്ടോ. ഓക്കെ, ദേവിയുടെ അനുഗ്രഹമുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ എത്തും. ദേവി അതിനുള്ള എല്ലാ അനുഗ്രഹവും തരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും. മരണം മുന്നിൽ കണ്ട നിമിഷം ഭഗവതി അവിടെ വന്ന് രക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് മുതലാണ് ഭഗവതിക്ക് മുന്നിൽ കുംഭക്കുടം മാടൽ. ഇതുവരെ അതിന് മുടക്കം വരുത്തിയിട്ടില്ല. വ്രതശുദ്ധിയോടെയാണ് കുംഭക്കുടം എടുക്കുന്നത്. തിരുവാണിക്കാവ് ഭഗവതി കഴിഞ്ഞ് ഹസനാർക്ക് മറ്റൊരു കാര്യമുള്ളൂ. ഇന്ത്യൻ റെയിൽവേയിലെ ജീവനക്കാരനാണ് ഹസനാർ. വീട്ടിൽ തിരുവാണിക്കാവിലെ പറവെപ്പും ഹസനാർ മുടക്കാറില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.